നമ്മുടെ സ്വന്തം തൊപ്പിയുടെ സ്വന്തം മമ്മു. അപ്പൊ മമ്മുവിന്റെ ഹോബീസ് ഒക്കെ എങ്ങനെ? എന്റെ പ്രധാനപ്പെട്ട ഹോബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഭർത്താക്കന്മാരില്ലാത്ത വീട്ടില് കുളിസീൻ അടിക്കാൻ വേണ്ടി പോകും. കുളിസീന സീൻ കുളിയല്ല, കുളിസീൻ അടിക്കാൻ വേണ്ടി. അത് ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഫുള്ള് ഓടിട്ട വീടുകളാണ്. ഇപ്പൊ കൊറേ പേര് ഇപ്പൊ അത് ടർസാക്കിണ്ട്. കാരണം ഞാൻ ഓട് പൊളിച്ചിട്ടാണ് മെയിനായിട്ട് ഉള്ളി കയറും. അവിടെ മൂത്രപ്പര കുളിപ്പരൊക്കെ ഫുള്ള് ഓടുപരയുണ്ട്. സുഖ ഓടിളക്കിയിട്ട് നമുക്ക് പോയിട്ട് അങ്ങനെ പെട്ടെന്ന് കാണാം. ഇപ്പൊ ഞാൻ കാരണം അവിടെ എല്ലായിടത്തും ടർസ് പണിതു. ഇപ്പൊ ക്യൂരിയോസിറ്റി കൂടുതല. അപ്പൊ എന്റെ കൂട്ടുകാരനെയും കൂടി വിളിക്കും. ഏത് ഇപ്പൊ ഫുള്ള് വാർപ്പാക്കിക്കൊണ്ട് ചെറിയൊരു ഇപ്പഴും കാണാറുണ്ട്. അപ്പൊ പിന്നെ മൊബൈലിലെ ഡാറ്റ കഴിഞ്ഞാൽ ഞാൻ പിന്നെ വൈകുന്നേരം ഈ പണിക്കിറങ്ങും. അപ്പൊ രാത്രി പോവാറ്? രാത്രി പകലും ഭർത്താക്കന്മാരില്ലാത്ത വീട്ടില് പകല് പോവും. ഭർത്താക്കന്മാര് ഉള്ള വീട്ടില് രാത്രി പോവും. നല്ല ഇൻട്രസ്റ്റിംഗ് ആദ്യ രാത്രി ഒക്കെ കാണും ഞാൻ ഇടയ്ക്ക് ഇഷ്ടം പോലെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് റീച്ച് കിട്ടിയാൽ മതി. പിന്നെ ഇത് ഞാനൊരു ഇതായിട്ടല്ല കണ്ടുള്ളത്. എന്റെ അപ്പൂപ്പന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം. പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അപ്പൂപ്പ ഇതേപോലെ സീനടിക്കാൻ വേണ്ടിട്ട് പോയിട്ട് അവിടെ ഒരു ഉൾപ്പൊട്ടലില് ഈ ബാത്റൂമില് ആ കുളിച്ചോണ്ടിരിക്കുന്ന ചേച്ചിയും പിന്നെ ഈ എന്റെ അപ്പൂപ്പനും ആ മണ്ണിടിച്ചില് മരിച്ചു. ഇപ്പൊ ഏത് ബാത്റൂം കണ്ടാലും സെന്റിമെന്റ്സ് എനിക്ക് ഇത് വരും, തൊര വരും. തൊര എന്താ വെച്ചാ എന്റെ അപ്പൂപ്പൻ ആ ബാത്റൂമിലുണ്ട്, അപ്പൂപ്പൻ ഈ ബാത്റൂമിലുണ്ടെന്ന്. അല്ലാണ്ട് അല്ല, ഒരു ഇത് വേറെ ഉണ്ട്, എന്നാലും മറ്റൊരു ഇത് ഇതിലുണ്ട്. പിന്നെ എന്റെ ഒരു കൂട്ടുകാരൻ എന്റെ ഒപ്പം ഇതിന് വേണ്ടിട്ട് വരാറുണ്ട്. എന്തിന്? ഒറ്റക്കാണോ പോണതപ്പ? അല്ലല്ല, ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വാർപ്പ് വീടായോണ്ട് എനിക്ക് ഒരാൾ ഹെൽപ്പിന് വേണം. ജനലിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. പ്രശ്നമാണല്ലേ? എന്റെ കൂട്ടുകാരനുണ്ട്, അവന്റെ പേര് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഷിജു എന്നുള്ള പേര് എനിക്ക് പറയാൻ പറ്റില്ല. സീത മാമയുടെ അതുകൊണ്ട് എനിക്ക് അതങ്ങനെ പറയാൻ പറ്റില്ല. ഇത്തരം ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ ഒരുപാട് കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 200 ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത്താടെ ഭർത്താവ് ഗൾഫിന് പോയില്ല, ഒറ്റയ്ക്കുള്ള എടുപ്പ്. ഇപ്പൊ അതെങ്ങനെ അറിഞ്ഞു? ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളുടെ ചാനലിൽ ഭയങ്കര ടൈറ്റ്, തുറക്കാൻ പറ്റില്ല. എന്നിട്ട് പേടിക്കണ്ട, മറ്റേ എന്റെ സ്ക്രൂ ഡ്രൈവർ സാധനം കണ്ടില്ലല്ലേ? ഒന്നും കണ്ടില്ലല്ലേ? അല്ല, അവിടെ സ്ക്രൂ ഡ്രൈവ് സാധനങ്ങൾ ഉണ്ടല്ലോ എന്റെ ബാക്കില്, അത് ചിലയിടത്ത് ഞാൻ വെക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ കുത്തി തുറന്നു, സാധനം കണ്ടു. എന്റെ പൊന്നു കണ്ടോ?